Hey techies, welcome back to Decode with Vishnu. ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ടൊയോട്ട തുടങ്ങിയ ബിഗ് കമ്പനീസ് അവരുടെ കോടിക്കണക്കിന് കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റാസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് ടു വിത്തൗട്ട് ലൂസിങ് ദി ട്രാക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ആൻസറാണ് CRM അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനും അവരുടെ ഇൻട്രാക്ഷൻസ് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ സെയിൽസ് ആൻഡ് സപ്പോർട്ട് മാനേജ് ചെയ്യാനായിട്ടും, ലൈക്ക് അവരെന്തൊക്കെയാണ് വാങ്ങുന്നത് ആൻഡ് വാങ്ങിയ പ്രൊഡക്റ്റിന് അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ മാനേജ് ചെയ്യാനും, ആൻഡ് ദാറ്റ് ടു ഇൻ എ സിംഗിൾ സ്പേസ്. അതാണ് CRM എന്ന് പറയുന്നത്. ആൻഡ് CRM ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി കിങ് മേക്കറാണ് സെയിൽസ് ഫോഴ്സ്. ആൻഡ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും സെയിൽസ് ഫോഴ്സ് തന്നെയാണ്. അതായത് 1999 മാർക്ക് ബെനിയോഫ് എന്നൊരു ഓണ്ടർപ്രണറാണ് സെയിൽസ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. സോ സെയിൽസ് ഫോഴ്സ് എന്ന ടൂളിൻ്റെ ഒരു ഇന്നോവേഷൻ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര റെവല്യൂഷണറി ഒരു ചേഞ്ചാണ് കൊണ്ടുവന്നത്. ബിക്കോസ് ആ ഒരു 90 സമയത്ത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാളേഷൻ ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ള, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ബിക്കോസ് ഒരുപാട് സെർവർ കാര്യങ്ങളൊക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഈ ഒരു പ്രോസസ്സിനായിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെക്ടിക് ഒരു പ്രോസസ്സായിരുന്നു ആ സമയത്ത്. ആ സമയത്താണ് മാർക്ക് ബെനിയോഫ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. അതായത് ബ്രൗസർ ത്രൂ ലോഗിൻ ചെയ്ത് ക്ലൗഡിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റം. ആ സിസ്റ്റമാണ് സെയിൽസ് ഫോഴ്സ്. 1990 കണ്ടുപിടിച്ച് ഇപ്പം ഓൾമോസ്റ്റ് 26 ഇയേഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരു വൺ ഓഫ് ദി കിങ് പ്ലെയർ ആണ് സെയിൽസ് ഫോഴ്സ് ഇൻ CRM ഇൻഡസ്ട്രി. സെയിൽസ് ഫോഴ്സിന് മുന്നും ശേഷം ഒരുപാട് കമ്പറ്റീറ്റേഴ്സ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സെയിൽസ് ഫോഴ്സ് ആ ഒരു ലീഡിങ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ബിക്കോസ് അതിനായിട്ട് 2 റീസൺസ് ആണ് സെയിൽസ് ഫോഴ്സിനുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹൈലി കസ്റ്റമൈസബിൾ ആണ്. രണ്ടാമത്തത് ഹൈലി കൺഫിഗറബിൾ ആണ്. അത് കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷനും ഒരുപാട് കോൺഫിഗറേഷനും പോസിബിൾ ആണ് സെയിൽസ് ഫോഴ്സിനകത്ത്. അത് തന്നെയാണ് മറ്റുള്ള CRM ടൂളിനെക്കാളും സെയിൽസ് ഫോഴ്സിന് ഒരു എഡ്ജ് എപ്പോഴും കൂടുതൽ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആമസോൺ, നെറ്റ്ഫ്ലിക്സ് മാത്രമല്ല, സ്റ്റാർട്ടപ്പ് തൊട്ട് ഫോർച്യൂൺ 500 കമ്പനീസ് വരെ ഇന്ന് സെയിൽസ് ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സോ സെയിൽസ് ഫോഴ്സിൻ്റെ ഫങ്ഷണാലിറ്റീസ് പറയുകയാണെങ്കിൽ പല കമ്പനീസ് പല യൂസിനായിട്ടാണ് സെയിൽസ് ഫോഴ്സ് ഉപയോഗിക്കുന്നത്. ചില കമ്പനീസ് സെയിൽസ് ഫോഴ്സിൻ്റെ സെയിൽസിൻ്റെ മാനേജ്മെൻറ്റായിട്ട്, അതായത് ഒരു ലീഡ് ക്രിയേറ്റ് ചെയ്യുന്ന തൊട്ടിട്ട് ലീഡിൻ്റെ കൺവേർഷൻ വരെ ആ ഒരു ടൈമിൽ ലീഡിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സെയിൽസിൻ്റെ മാനേജ്മെൻറ്റായിട്ട് ചില കമ്പനീസ് സെയിൽസ് ഫോഴ്സിനെ ഉപയോഗിക്കാറുണ്ട്. മറ്റു ചില കമ്പനീസ് സപ്പോർട്ട് ഫങ്ഷനാലിറ്റിക്കായിട്ട്, അതായത് പോസ്റ്റ് സെയിൽസ് കസ്റ്റമേഴ്സിൻ്റെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് റിലേറ്റഡ് ഇഷ്യൂകൾക്ക് കാര്യങ്ങൾക്കും സോൾവ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ടാണ് ചില കമ്പനീസ് സെയിൽസ് ഫോഴ്സിനെ ഉപയോഗിക്കുന്നത്. ചില കമ്പനീസ് സ്മാർട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് സെയിൽസ് ഫോഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സെയിൽസ് ഫോഴ്സിനകത്ത് നമുക്ക് റിപ്പോർട്ടിംഗ് അനലിറ്റിക്സ് ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. സോ അത് വെച്ചിട്ട് കമ്പനീസിൻ്റെ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി കൊടുക്കാനായിട്ട് സെയിൽസ് ഫോഴ്സിനെ ചില കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചാൽ വളരെ ചെറിയ ഒരുപാട് ഉപയോഗങ്ങളാണ്. ഇതൊന്നുമല്ല, സെയിൽസ് ഫോഴ്സിന് ഒരുപാട് വേറെ ഫങ്ഷനാലിറ്റി ഉപയോഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറയാന്നാൽ ഇറ്റ് വിൽ ടേക്ക് ആൻ അവർ, ഒരു അവറല്ല, അതിൽ കൂടുതൽ അവരൊക്കെ എടുത്തു പോകും. അതാണ് ബിക്കോസ് സെയിൽസ് ഫോഴ്സ് എന്ന് വെച്ചാൽ അത്ര യൂസ് ഉള്ള ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ പെർസ്പെക്റ്റീവിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ആൻഡ് സെയിൽസ് ഫോഴ്സ് നമുക്കൊരു ജസ്റ്റ് ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞേക്കാളും ഒരു ബിസിനസ് ഗ്രോത്തിൻ്റെ ഒരു ബാക്ക് ആൻഡ് എഞ്ചിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻ ഷോർട്ട് സെയിൽസ് ഫോഴ്സിനെ പറ്റി പറയാം. സോ സെയിൽസ് ഫോഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനും കൂടുതൽ കാര്യങ്ങൾ പുതുതായിട്ട് ലേൺ ചെയ്യാനായിട്ടും പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ Decode with Vishnu.